വൈക്കം ചന്ദ്രന്റെ പ്രമാണത്തിൽ 17 തിമിലയും, ചെറുപ്പുളശ്ശേരി ശിവന്റെ പ്രമാണത്തിൽ 11 മദ്ദളവും. തിമിലയുടെയും മദ്ദളത്തിൻ്റെയും ആദ്യകാല ഊഴം കഴിഞ്ഞ് ഇടയ്ക്കയുടെ അവസരം എത്തിയപ്പോൾ തിമിലയുടെയും മദ്ദളത്തിൻ്റെയും കൂട്ടിക്കൊട്ടിൻ്റെ ആരവത്തിന് ശേഷമുള്ള ഒരു നിശബ്ദതയിൽ ഇടയ്ക്ക തുടങ്ങുമ്പോൾ അവിടെ കേട്ട ഒരു ഹർഷാരവം, അത് തിരുവിലാമല ഹരി എന്ന കലാകാരൻ ഇടയ്ക്കയിൽ താളവട്ടം കൊട്ടാൻ ആരംഭിച്ചപ്പോഴുണ്ടായ ആരവമായിരുന്നു. അദ്ദേഹം സ്വതസിദ്ധമായ സംഗീതാത്മകവും മേളാത്മകവും സമന്വയിച്ച രീതിയിൽ ഇടയ്ക്ക കൊട്ടുമ്പോൾ ചെറുപ്പുളശ്ശേരി ശിവനും വൈക്കം ചന്ദ്രനും അടക്കമുള്ള പ്രമാണിമാർ അത് ആസ്വദിക്കുകയായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ പഞ്ചവാദ്യത്തിന് ഉത്രാളിക്കാവിൽ കൊട്ടാൻ പോയ അന്ന് ബാലനായ ഹരിക്ക് അന്ന് ഇടയ്ക്ക പ്രമാണമായി നിന്നിരുന്ന ഞരളത്ത് രാമപൊതുവാൾ പകർന്നു കൊടുത്ത എണ്ണങ്ങൾ ശ്രുതി ശുദ്ധമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. തനിക്ക് അപരിചിതനായ ആ യുവാവിനെ കുറിച്ച് ഞരളത്ത് രാമപൊതുവാൾ അന്വേഷിക്കുകയും അത് അന്നത്തെ പ്രശസ്ത തിമില കലാകാരനായിരുന്ന തിരുവിലാമല അപ്പുണ്ണി പൊതുവാളുടെ മകനാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ഞരളത്ത് രാമപൊതുവാൾ വിദ്വാദ്രിനാഥ ക്ഷേത്ര ദർശനത്തിന് ചെന്നപ്പോൾ അപ്പുണ്ണി പൊതുവാളോട് മകനെ ഇടയ്ക്ക കൊട്ടിക്കുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ വാക്കാലുള്ള ഒരു അനുഗ്രഹം ഹരിക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ഒരു രാശി എന്നോണം തിരുവിലാമല ഹരി 43 വർഷം ആയി തുടർച്ചയായി ഉത്രാളിക്കാവിൽ വടക്കാഞ്ചേരി വിഭാഗത്തിന് ഇടയ്ക്ക കൊട്ടു. ലോകം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് 4 പതിറ്റാണ്ടിലധികമായി തിരുവിലാമല ഹരി ഇടയ്ക്ക കൊട്ടുകയാണ്. ഹരിയെ സംബന്ധിച്ച് അച്ഛൻ്റെ വാദ്യമായ തിമില അല്ല അദ്ദേഹം അഭ്യസിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരുവിലാമല അപ്പുണ്ണി പൊതുവാൾക്ക് വാദ്യകലയിൽ ഒരു തിമില കലാകാരൻ എന്നതിനപ്പുറമുള്ള ഒരു പ്രാധാന്യമുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പ്രാധാന്യം. കഥകളിയിൽ കാവുങ്കൽ ശങ്കരപ്പണിക്കർക്ക് ഭ്രഷ്ട് വന്നു. അതിൻ്റെ പശ്ചാത്തലം മറ്റൊന്നാണ്. കേരളീയ വാദ്യകലയിൽ പൊതുവാൾ മാരാർ സമുദായക്കാർക്ക് മാത്രം വിധിക്കപ്പെട്ടിരുന്നതും അവകാശപ്പെട്ടിരുന്നതുമായ കൊട്ടുകയും കൊട്ട് പഠിപ്പിക്കുകയും ഈ ഒരു ക്രിയയെ അത് അല്ലാത്ത സമുദായക്കാർക്ക് പകർന്നു കൊടുക്കുകയും അവരെ കൂട്ടത്തിൽ കൊട്ടിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ വാദ്യ മേഖലയിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട കലാകാരൻ ആയിരുന്നു തിരുവിലാമല അപ്പുണ്ണി പൊതുവാൾ. പിന്നീട് പലാവൂർ അപ്പുമാരാർ അടക്കമുള്ളവർ തിരുവിലാമല അപ്പുണ്ണി പൊതുവാളോട് ചേർന്ന് നിന്ന് ആ ഭ്രഷ്ട് ഇല്ലാതാക്കുകയും കലയിൽ, പ്രത്യേകിച്ച് വാദ്യകലയിൽ ഈ കുലബല മഹിമ എന്ന മേൽവിലാസം അപ്രസക്തമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ധീരനായ ആ ഒരു കലോപാസകനായ അപ്പുണ്ണി പൊതുവാളുടെ മകനാണ് തിരുവിലാമല ഹരി. തിരുവിലാമല ഹരി
ഇടയ്ക്ക വാദന രംഗത്തേക്ക് പ്രവേശിച്ച കാലത്ത് പല്ലാവൂർ അപ്പുമാരാരും കാക്കയൂർ അപ്പുകുട്ടമാരാരും ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളും ആയിരുന്നു മുതിർന്ന ഇടയ്ക്ക കലാകാരന്മാർ. തുടർന്ന് തിച്ചൂർ മോഹനൻ, പല്ലശന സുധാകരൻ എന്നീ ഇടയ്ക്കക്കാർ. തിമില നിരയോളം, മദ്ദള നിരയോളം ഇടയ്ക്ക നിര സജീവമല്ലാത്ത കാലത്ത്, ആ കാലത്തെ തിരുവഞ്ചിക്കുളം നാടുമാരാർ അടക്കമുള്ള പ്രതാപികളുടെ പഞ്ചവാദ്യത്തിന് ധാരാളമായി കൊട്ടാനുള്ള അവസരം തിരുവിലാമല ഹരിക്ക് ലഭിക്കുകയാണ്. പഞ്ചവാദ്യത്തിൽ പല്ലാവൂർ ശൈലിയും അന്നമനട ശൈലിയും കുഴൂർ ശൈലിയും ചോറ്റാനിക്കര ശൈലിയും വളരെ പ്രകടമായി നിലനിന്നിരുന്ന കാലത്ത് ആ കാലഘട്ടത്തിലെ മഹാരഥന്മാർക്കെല്ലാം ഒപ്പം നിന്ന് കൊട്ടാനുള്ള അസുലഭമായ സൗഭാഗ്യം തിരുവിലാമല ഹരിക്ക് ഉണ്ടായി. മാത്രമല്ല, പൊതുവെ വാദ്യ കലാകാരന്മാരുടെ പ്രകടനത്തെ നിശിതമായി വിമർശിക്കുകയും അനുകൂലമല്ലാത്ത കലാനില കാണുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്തിരുന്ന പല്ലാവൂർ സഹോദരന്മാർക്ക്, അപ്പുമാരാർക്കും കുഞ്ഞുകുട്ടമാരാർക്കും മണിയന്മാരാർക്കും തുല്യ നിലയിൽ പ്രിയപ്പെട്ട കലാകാരനായി ഹരി നന്നേ ചെറുപ്പത്തിലെ മാറുകയായി. അതോടൊപ്പം പല ശൈലി പിൻപറ്റുന്ന, പല സൗന്ദര്യ ശാസ്ത്രങ്ങൾ പിൻപറ്റുന്ന തിമിലക്കാർക്കും മദ്ദളക്കാർക്കും ഒപ്പം നിന്ന് അവർ പഞ്ചവാദ്യത്തിൽ ആവിഷ്കരിക്കുന്ന ത്രിപുട വേളകളിൽ അത് ആരുടെ തിമലയോ ആരുടെ മദ്ദളമോ അതിൻ്റെ പരിഭാഷ ഇടയ്ക്കയിൽ സ്വകീയമായ ഭാഷയിൽ നിർവഹിക്കാനുള്ള ഒരു പ്രവണത ചെറുപ്പകാലം മുതൽ തന്നെ തിരുവിലാമല ഹരിയിൽ നിലനിന്നിരുന്നു. അപ്പുറത്ത് പല്ലാവൂർ അപ്പുമാരാരായിരിക്കാം, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളായിരിക്കാം, തിച്ചൂർ മോഹനനായിരിക്കാം. അവരെല്ലാം പകർന്ന് തരുന്ന എണ്ണങ്ങൾ, അതിൻ്റെ താളക്രമ കണക്കുകൾ സ്വകീയമായ ഭാഷയിൽ അവരെ അനുകരിക്കാതെ, അവരെ സ്വാധീനിക്കാതെ, അവരെ സ്വാംശീകരിച്ചുകൊണ്ട് മനോധർമ്മ പ്രധാനമായും മൗലികമായും ആവിഷ്കരിച്ച് തിരിച്ച് നൽകുന്ന ഒരു കലാഭാഷ അദ്ദേഹം രൂപപ്പെടുത്തി എടുക്കും. തിരുവിലാമലയിലാണ് മലയാള ഭാഷയെ അപനിർമ്മിച്ച VKN ജനിച്ചതും ജീവിച്ചതും. അവിടെ ഇരുന്നാണ് അദ്ദേഹം എഴുതിയത്. തിരുവിലാമലയിൽ പിറന്ന എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എല്ലാം മൗലികവും നിസ്തുലവും സ്വകീയവുമായ ഒരു ഭാഷ സൃഷ്ടിക്കാനുള്ള വൈഭവം ഉണ്ട്. പി കുഞ്ഞിരാമൻ നായർ ഏറെക്കാലം അവിടെയാണ് താമസിച്ചത്. ആ ഒരു തിരുവിലാമലയുടെ കലയുടെയും എഴുത്തിന്റെയും പാരമ്പര്യത്തിലെ സ്വകീയതയും മൗലികതയുമാണ് ഹരി തൻ്റെ ഇടയ്ക്ക വാദനത്തിൽ സാക്ഷാത്കരിച്ചത്. ഒരിക്കലും ഇല്ലനുകർത്താവിനില്ല തൻ വല്ലരിയിൽ പൂവിരിഞ്ഞ് കാണാൻ വിധി എന്ന് അക്കിത്തം എഴുതിയതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഹരിയുടെ വാദന ഭാഷ. അദ്ദേഹം ഇടയ്ക്ക എന്ന സംഗീത വാദ്യവും ഇടയ്ക്ക എന്ന കൊട്ടുവാദ്യവും എങ്ങനെ സംഗീതാത്മകവും മേളാത്മകവുമായി പഞ്ചവാദ്യത്തിൽ പ്രയോഗിക്കാം എന്നതും ഈ തിമിലയും മദ്ദളവും സൃഷ്ടിക്കുന്ന ഈ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിനിടയിൽ നിന്നുകൊണ്ട് എപ്രകാരം തൻ്റെ ഇടയ്ക്കയെ മേളാത്മകമാക്കാം എന്നും പലപ്പോഴും ത്രിപുടവേളകളിൽ അത് എങ്ങനെ അപര വാദ്യ ഭാഷ കണക്കുകൾ പരാവർത്തനം ചെയ്ത് സ്വകീയമാക്കാം എന്നും അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല 1990കളിൽ ഈ നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ, ഈ നൂറ്റാണ്ട് പിന്നിട്ട് കാൽ നൂറ്റാണ്ടാവുന്ന ഈ സന്ദർഭത്തിൽ ഹരിയുടെ കൊട്ട് ഭാഷ ശ്രവിച്ചവർക്ക് അറിയാം.
അതൊരിക്കലും തുടങ്ങിയ കാലത്തെ നിശ്ചലതയിലല്ല. അത് അദ്ദേഹം കാലാനുസൃതമായും കാലികമായും ഇങ്ങനെ പുതുക്കി എഴുതി കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കയിൽ പല കാലങ്ങളിൽ പല പ്രഗത്ഭർക്കൊപ്പം കൊട്ടി ഈ പഞ്ചവാദ്യത്തിന്റെ മർമ്മവും അതിൻ്റെ പൊരുളും അതിൻ്റെ കലാതത്വവും അദ്ദേഹം ഉൾക്കൊള്ളുകയും ഇത്രമാത്രം ആയിരക്കണക്കിന് പഞ്ചവാദ്യങ്ങൾക്ക് കാലം നിരത്തുകയും ആയിരക്കണക്കിന് പഞ്ചവാദ്യങ്ങളിൽ പല ശൈലിക്കാർക്കും ഒപ്പം കൊട്ടുകയും ചെയ്ത് പഞ്ചവാദ്യത്തിൻ്റെ ആഭ്യന്തരവും ആന്തരികവുമായ ഘടനയെ എപ്രകാരം സ്വാംശീകരിച്ച് അതിനെ ഓരോ കൊട്ടുകാരൻ്റെയും സൗന്ദര്യ ശാസ്ത്രത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പഞ്ചവാദ്യ സംഘത്തിൻ്റെയും സൗന്ദര്യ ശാസ്ത്രത്തിനനുസരിച്ച് തൻ്റെ ഇടയ്ക്കയെ മേളിപ്പിക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് അത് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഞാൻ കണ്ടിട്ടുള്ളത് തിരുവില്ലാമല ഹരിയിൽ മാത്രമാണ്. അവിടെ ആരാണോ പ്രമാണിക്കുന്നത്, ചൊട്ടാനിക്കര വിജയന്റെ പ്രമാണമാണെങ്കിൽ, വൈക്കം ചന്ദ്രന്റെ പ്രമാണമാണെങ്കിൽ, കുനിശ്ശേരി ചന്ദ്രന്റെയോ ചെറുപ്പുളശ്ശേരി ശിവന്റെയോ പ്രമാണമാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് കൊമ്പുകാരനോ ആരോ ആകട്ടെ, എപ്രകാരമാണ് ഒരു പഞ്ചവാദ്യം ഒരു പ്രമാണി നയിക്കുക, അതിനനുസരിച്ച് അവരുടെ സൗന്ദര്യ ശാസ്ത്രം അല്ലെങ്കിൽ ആ തിമില നിരയിലെ മദ്ദള നിരയിലെ സമസ്ത കലാകാരന്മാരുടെയും വാദന ദർശനം അദ്ദേഹം ഒരു കാണിയായി നിന്നുകൊണ്ട് സ്വരൂപിക്കുകയും അതിനനുസരിച്ച് അത് പകർന്ന് നൽകുകയും ചെയ്യുന്നു. അദ്ദേഹം ഏറെക്കാലം തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഇടയ്ക്ക കൊട്ട് പ്രവൃത്തിക്കാരനായിരുന്നു. ആ സോപാനത്തിൽ നിത്യവും നേരത്തെ MLA പറഞ്ഞതുപോലെ ആ ഒരു ഉപാസനയോടുകൂടി സമർപ്പണത്തോടുകൂടി ആ വില്വാദ്രിനാഥന്റെ സോപാനം എന്നും തനിക്ക് നിത്യ പാഠശാലയാണ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തിരിച്ചറിവോടുകൂടി അദ്ദേഹം ഇടയ്ക്ക കൊട്ടുന്നു. അങ്ങനെ സോപാനത്വമുള്ള അല്ലെങ്കിൽ സോപാന തത്വം അന്തർലീനമായ ഒരു ഇടയ്ക്കയുമായി അതിൻ്റെ ഗമകപ്രധാനമായ ചേരുവകളെ മുഴുവൻ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് നാളിതുവരെ തിരുവില്ലാമല ഹരി ഇടയ്ക്ക കൊട്ടിപ്പോന്നിട്ടുള്ളത്. ഇന്ന് ആരുടെ പേരിലാണോ ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്, ആ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾക്കൊപ്പം ഏറെ പഞ്ചവാദ്യങ്ങൾക്ക് അദ്ദേഹം ഇടയ്ക്ക കൊട്ടിയിട്ടുണ്ട്. ആ ശിവരാമ പൊതുവാളുടെ സംഗീതാത്മകമായ നാദ നടകളെ സ്വീകരിച്ച് അതേ ഭാഷയിൽ പകർന്നു കൊടുക്കാൻ അന്ന് യുവാവായിരുന്ന തിരുവില്ലാമല ഹരിക്ക് വൈഭവം ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളും പല്ലാവൂർ അപ്പുമാരാരും അനുകാലികങ്ങൾക്ക് കൊടുത്ത അഭിമുഖങ്ങളിൽ ഇടയ്ക്കയിൽ ഭാവിയുടെ വാഗ്ദാനമായി തിരുവില്ലാമല ഹരിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രവാചകന്മാരായിരുന്നു. അവരുടെ ആ പ്രവാചകത്വത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളുടെ പേരിലുള്ള ഈ പുരസ്കാരത്തിന് തിരുവില്ലാമല ഹരിയെ അർഹനാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, എങ്ങനെയാണ് VKN തിരുവില്ലാമലയിൽ ഇരുന്ന് നർമ്മം എഴുതിയത്? അതിന് സമാന്തരമായിട്ട് ഏറ്റവും അധികം നർമ്മപ്രിയനായി ജനകീയനായി വാദ്യകലയിൽ കേരളീയ വാദ്യകലയിൽ ഇത്രത്തോളം ജനകീയനായിട്ടുള്ള ഇത്രത്തോളം പ്രിയപ്പെട്ടവനായിട്ടുള്ള മറ്റൊരു കലാകാരൻ ഇല്ല. ഒരു പഞ്ചവാദ്യ രംഗത്ത് തിരുവില്ലാമല ഹരി വന്ന് നിൽക്കുമ്പോൾ ആ പഞ്ചവാദ്യത്തിൻ്റെ 2 നിരയ്ക്കപ്പുറം ഇടയ്ക്ക സ്ഥാനത്ത് നിന്ന് ഏറ്റവും ഉയർന്ന മനുഷ്യനായി നമ്മൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് തിരുവില്ലാമല ഹരിയെയാണ്. ആ ഉയരത്തിനും ശാരീരികമായ ഉയരത്തിനും അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ മികവിനും കൊട്ടിൻ്റെ ഉയരത്തിനും ഉള്ള പുരസ്കാരമാണ് ഇന്ന് അദ്ദേഹത്തിന് നൽകുന്നത്. അത് ഈ ഉദയർകുന്ന് ഭഗവതിയുടെ ഒരു പ്രസാദം കൂടി ആണ്. നിത്യവും വില്വാദ്രിനാഥനെ പ്രാർത്ഥിച്ച് ഇടയ്ക്ക കൊട്ടിയതിൻ്റെ 4 പതിറ്റാണ്ടുകളോളം പകരക്കാരനില്ലാതെ അനിഷേധ്യനും അനിവാര്യനുമായി ഇടയ്ക്ക കൊട്ടിയതിന് അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയ്ക്കുള്ള പുരസ്കാരമാണ് അദ്ദേഹം ഇന്ന് സ്വീകരിക്കുന്നത്. തിരുവില്ലാമല ഹരിയുടെ തുടർ കലാ ജീവിത സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി.